ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. കുറഞ്ഞ ചേരുവയിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കിടിലനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കിത് കണ്ടു നോക്കാം. അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. 1 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതാ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിട്ട് പാലിൻ്റെ അളവിനും മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മളിതൊരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. റവയ്ക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം നിങ്ങൾക്ക് ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഇതാ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്, ഒരുപാട് ലൂസായി പോവാതെ. അപ്പോൾ പാലെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാച്ചിയതാണെങ്കിൽ അത് ചൂടാറിയ ശേഷം മാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസാണ് നമ്മളുടെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്നും ചൂടായിട്ടുണ്ട്. അതിന് മുന്നേ അതിൻ്റെ ഗ്യാസ് സ്റ്റൗവിൽ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ 20 മിനിറ്റൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു സ്റ്റിക്ക് വെയിറ്റൊന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെയൊക്കെ ഒന്ന് വെച്ചാൽ നമുക്ക് സ്നാക്ക് റെഡിയായി കിട്ടിക്കോളും. ചൂടാറിയ ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ആരെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കാനും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.